السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. പ്രിയമുള്ളവരെ, നമ്മളങ്ങനെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. റൂമിലെത്തി അല്ലേ? റൂമിലെത്തിയിട്ട് എഹ്റാമിലാണ് കേട്ടോ നമ്മൾ. റൂമിലെത്തി ഇനി നമ്മൾ കഅബാലയം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം നമ്മൾ പറഞ്ഞു. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വുളു എടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. പറയുന്ന സമയത്തേക്ക് തന്നെ കറക്റ്റായി ഇറങ്ങി താഴത്ത് എത്തണമെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ടാഗ് തന്നിട്ടുണ്ടാവും. ടാഗ് എല്ലാവരുടെ കഴുത്തിലും ആ ടാഗ് വേണം, നിർബന്ധമാണ്. പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഉംറയുടെ തട്ടുണ്ടാവും. ഉംറക്ക് നമ്മൾ പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് തട്ടം കൊടുക്കുന്നുണ്ടല്ലോ, ആ മക്കന അല്ലെങ്കിൽ സ്കാഫ്, അത് എല്ലാ പെണ്ണുങ്ങളും അവരവരുടെ തട്ടവും മക്കനയും ഒക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഈ ട്രാവൽസ് തന്ന തട്ടം നിർബന്ധമായിട്ട് ധരിക്കണം. ആകൊരു അടയാളാണത്. അത്രയും ജനലക്ഷങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ പോകുന്നത്. ജനലക്ഷങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആളുകളെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ തട്ടം കാണുമ്പോഴാണ്, ഈ എഴുത്ത് കാണുമ്പോഴാണ്, അത് നമ്മുടെ ആളാണ്, അത് നമ്മുടെ താത്തയാണ്, നമ്മുടെ കൂടെ വന്ന താത്തയാണത്. ഇതാ തട്ടം. അത് തിരിച്ചറിയണമെങ്കിൽ തട്ടം കാണണ്ടേ? എവിടെയെങ്കിലും നമ്മളവിടെ ചെന്ന് നമ്മുടെ മൊബൈലും സിമ്മൊന്നും അവിടെ വർക്ക് ചെയ്യില്ലല്ലോ. അവിടുത്തെ സിം അവിടെ വർക്ക് ചെയ്യുള്ളൂ. എല്ലാവരുടെ കയ്യിലും അവിടുത്തെ സിമ്മ് മൊബൈൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ സാന്ദർഭികവശാൽ ലക്ഷക്കണക്കിന് ആളുകളല്ലേ, എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ അവിടേക്കോ ഇവിടേക്കോ മാറിപ്പോയി വഴി തെറ്റിപ്പോവാം, സാധ്യത ഉണ്ടല്ലോ. വഴി തെറ്റിപ്പോയാൽ ഒന്നും പേടിക്കൊന്നും വേണ്ട, എവിടേക്കും പോവില്ല. എവിടെ പോയാലും കഅബാലയം ആർക്കും തെറ്റൂലല്ലോ. കഅബ ഹറം ആർക്കും തെറ്റൂലല്ലോ. ഹറമിൻ്റെ മുന്നിൽ പോയി നിന്ന് ഹറമിൻ്റെ കഅബാലയത്തിനവിടെ എത്തിയിട്ട് ആ തവാഫ് ചെയ്യുന്നിടത്ത് ഏതെങ്കിലും ഒരു സ്ഥലം അമീർ കാണിച്ചു തരും നിങ്ങൾക്ക്. നിങ്ങൾ എവിടെ പോയാലും കഅബാലയത്തിലേക്ക് എത്താൻ ആർക്കാ വഴി തെറ്റുക? ആർക്കും വഴി തെറ്റൂലേ? എവിടെ വന്നാലും ആർക്കും മത്താഫ് ചോദിച്ചാൽ മത്വാഫ് എന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്യുന്ന സ്ഥലം. തവാഫ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കഅബയുടെ ചുറ്റുമുള്ള ഭാഗം. കഅബയുടെ ചുറ്റുമാണ് തവാഫ് ചെയ്യുക. ഈ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യപ്പെടുന്ന ആ കഅബയുടെ തിരുമുറ്റത്തിനാണ് അറബിയിൽ മത്വാഫ് എന്ന് പറയുക. മത്വാഫ് എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചിരുന്ന അങ്ങനെ പോയാൽ മതി, അങ്ങനെ നേരെ പോയാൽ മത്വാഫിലേക്ക് എത്തിയാൽ അവിടെ നമുക്ക് അടയാളങ്ങളായിട്ട് ഏതെങ്കിലും ഒരു അടയാളം അമീർ കാണിച്ചു തരും. നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ, വഴി തെറ്റിപ്പോയാൽ പേടിക്കണ്ട, വിഷമിക്കണ്ട. അങ്ങോട്ട് കൂടെ ആയിപ്പോയാൽ തവാഫ് ചെയ്യുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളല്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് അങ്ങോട്ടൊക്കെ കൂട്ടം തെറ്റിപ്പോയാൽ പേടിക്കണ്ട. തവാഫ് കഴിഞ്ഞിട്ട് നിങ്ങളിതാ ഇവിടെ നിന്നാൽ മതി, ഇവിടേക്ക് വന്നാൽ മതി, ഈ അടയാളം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എല്ലാം കഴിഞ്ഞാൽ ഇവിടെ എത്തിയാൽ മതി. ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ നമുക്കൊന്ന് ഫോൺ വിളിക്കണം. നമ്മൾ ആരാണ്, നമ്മൾ എവിടെ ഉള്ളവരാണ്, നമുക്കൊന്ന് ഫോൺ വിളിക്കണമെങ്കിൽ നമ്മുടെ അടയാളം ടാഗാണ്. ടാഗിൽ നമ്മുടെ നമ്പറുകൾ, മൊബൈല്, നമ്മൾ ആരുടെ കൂടെ വന്നു, നമ്മുടെ വിസ നമ്പർ എല്ലാം ടാഗിലുണ്ടാവും. ഈ ടാഗ് നോക്കിയിട്ടാണ് ഇയാൾ എവിടത്തുകാരനാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുക. ആർക്കെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവണമെങ്കിൽ ടാഗ് വേണം. ടാഗില്ലാതെ ഒരാൾ എവിടെയോ ഒറ്റപ്പെട്ടു, ഇയാൾക്ക് ഭാഷയും അറിയില്ല, ആരോട് എന്തു പറയാനാ? ഒരു മലയാളിനെ കണ്ടു കിട്ടണ്ടേ? എന്തു പറയാൻ, ആരോട് പറയാൻ? നിർബന്ധമാണ്. അതുകൊണ്ട് ടാഗ് ഇടാതെ ആരും പുറത്തു പോകരുത്. മക്കന ധരിക്കാതെ സ്ത്രീകൾ അവരുടെ മക്കനയുടെ മുകളിൽ ഈ ട്രാവൽസിൻ്റെ മക്കനെ ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാനേ പാടില്ല. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി താഴത്ത് അമീർ പറയുന്ന അതേ സമയത്ത് തന്നെ താഴത്തിറങ്ങി വന്നിട്ട് നമ്മൾ പോകാൻ നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയും, ചെരുപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചെരുപ്പ് നമ്മൾ ഹവായ് ചെരുപ്പാണല്ലോ. സ്ത്രീകൾക്ക് ഏത് ചെരുപ്പ് ഉപയോഗിക്കാം, ആണുങ്ങൾക്ക് ഹവായ് ചെരുപ്പാണ്. സ്ത്രീകൾ സോക്സ് ഇടാൻ മറക്കരുത്. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സോക്സ് ഒക്കെ ഇട്ടിറങ്ങണം. സോക്സ് ഇടുമ്പോൾ സോക്സിൻ്റെ കൂടെ സോക്സിൻ്റെ മുകളിൽ ഇടാൻ പറ്റിയ ഷൂ ഐറ്റംസ് പോലത്തെ ചെരുപ്പാകുമ്പോൾ എളുപ്പമുണ്ട് ഇടാൻ. ചെരുപ്പാകുമ്പോൾ അത് ഇടാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചെരുപ്പുകൾ സ്ത്രീകൾക്ക് നല്ലത്. ആണുങ്ങൾക്ക് ഹവായ് ചെരുപ്പാണ്. ഏത് ചെരുപ്പാണെങ്കിലും ഹറമിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് നമ്മൾ ഊരണം. ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ലല്ലോ, ചെരുപ്പ് ഊരണമല്ലോ. അപ്പോൾ ഹറമിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് ആ ചെരുപ്പ് ഇടാനുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമ്മുടെ കയ്യിൽ വേണം. ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിൽ വേണം. ഹാൻഡ് ബാഗിൽ നിന്ന് പാസ്പോർട്ടും വിസം അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ഹാൻഡ് ബാഗിൽ നിന്ന് റൂമിലെത്തിക്കഴിഞ്ഞാൽ ഹാൻഡ് ബാഗിൽ നിന്ന് അതും എടുത്ത് മാറ്റി നമ്മുടെ ലഗേജിലേക്ക് മാറ്റണം. നമ്മുടെ ഹാൻഡ് ബാഗിൽ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ അമീർ, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ നമ്മുടെ വിസയും പാസ്പോർട്ടൊക്കെ മേടിച്ച് അവരുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കും. ഹാൻഡ് ബാഗ് ആയിട്ടാണ് നമ്മൾ നടക്കുള്ളൂ. ഹാൻഡ് ബാഗിലൊന്നും പാടില്ല. ഹാൻഡ് ബാഗ് പോയാലും വിസയും പാസ്പോർട്ടൊന്നും പോകാൻ പാടില്ല. ഹാൻഡ് ബാഗ് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ചെരുപ്പ് വെക്കാനും വെള്ളം വെക്കാനും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും, നമ്മൾ ഈത്തപ്പഴമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അവിടെ കൊടുക്കുന്നുണ്ടാവും, അതൊക്കെ കിട്ടിയാൽ എപ്പോഴും തിന്നാൻ പറ്റിയില്ലെങ്കിലും അത് വാങ്ങിച്ചവിടെ ഹാൻഡ് ബാഗിൽ വെക്കാമല്ലോ.
മലയാളികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിക്കുക, അതൊക്കെ നല്ലത് തന്നെ. അപ്പോൾ അതിന് ഹാൻഡ് ബാഗ് കൊണ്ട് നടക്കണം. അപ്പോൾ ഹാൻഡ് ബാഗിൽ നിന്ന് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിലുണ്ടാവും. ഹാൻഡ് ബാഗ് കയ്യിൽ കരുതണം. ചെരുപ്പിടാനുള്ള ഒരു ഉറയും നമ്മുടെ കയ്യിൽ കരുതണം. എന്നിട്ട് ആ ചെരുപ്പിട്ട് നമ്മൾ ചെന്ന് നമ്മുടെ ഹറമിൻ്റെ മുറ്റത്തേക്ക്, മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞ വിശാലമായ പള്ളി, ആ പള്ളിയിലേക്ക് കയറുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് നമ്മൾ നമ്മുടെ ഉറയിലാക്കിയിട്ട് ഹാൻഡ് ബാഗിൽ എടുത്ത് വെക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മത്താഫിലേക്ക്, കഅബയുടെ മുറ്റത്തേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലബ്ബൈക്ക് ചൊല്ലി ഒന്നിച്ചാണ് നമ്മൾ. കുറഞ്ഞ ദൂരം ഉണ്ടാവും നടക്കാൻ, 5 മിനിറ്റ് ദൂരം നമ്മൾ നടന്നിട്ടാണല്ലോ. വലിയൊരു പള്ളിയല്ലേ, വലിയ വിശാലമായ പള്ളിയല്ലേ. ആ പള്ളി കടന്ന് പള്ളിയുടെ ആ ഏറ്റവും നടുക്കാണ് കഅബാലയം ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹറമിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് എത്തി, മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോകുന്നത് വരെ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് പോണത്. മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നാൽ ദൃഷ്ടികൾ മുഴുവനും താഴത്തേക്കായിരിക്കണം. പള്ളിയിലേക്ക് കടന്നാൽ ദൃഷ്ടി താഴത്തേക്കായിരിക്കണം. കഅബാലയം കാണാൻ പോവുകയാണ് നമ്മൾ. നമ്മുടെ മുന്നിലുള്ള ആളെ നോക്കണം. അവിടെ നമ്മൾ തൊട്ട് മുന്നിലുള്ളവരെ, നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം. അവരുടെ കൂടെ തന്നെ ആയിരിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കരുത്. നമ്മുടെ കൂടെ ഉള്ളവർ പോകുമ്പോൾ നമ്മളും കൂടെ പോകണം. അവിടെ ഒരാൾ എന്തോ കാട്ടണം നോക്കി നിൽക്കുക, ഇവിടെ ഒരാൾ നോക്കി നിൽക്കുക. അവിടുത്തെ ഭംഗി, ഇവിടുത്തെ ഭംഗി, ആ തൂണിൻ്റെ വലിപ്പം, ആ ക്രെയിനിൻ്റെ വലിപ്പം, അതാ അവിടെ വല്ലാത്തൊരു സാധനം. അങ്ങനെ പലതുണ്ടാവും. അതൊന്നും നോക്കി നിൽക്കാൻ സമയമില്ല. അതൊന്നും നോക്കി നിൽക്കരുത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ തിരുമുന്നിലേക്ക് പോവുകയാണ്, കഅബാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധയിൽ മാത്രം നമ്മൾ നിലത്തോട്ട് നോക്കി, നമ്മൾ വേറെ എവിടേക്കും ശ്രദ്ധിക്കാതെ, നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടെ തന്നെ വിട്ടുപോകാതെ നമ്മൾ എന്ത് ചെയ്യണം? കൂടെ തന്നെ പിന്നാലെ നടന്ന്, നമ്മുടെ മുന്നിൽ അമീറുണ്ടാവും, നമ്മുടെ കൂടെ തന്നെ നടന്ന് മസ്ജിദുൽ ഹറാം അങ്ങനെ കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് പിന്നെ നമുക്കൊന്ന് ഒരു കോണി ഉണ്ടാവും. ആ കോണി കൂടെ ഇറങ്ങണം. അതിപ്പോൾ ജീവനുള്ള കോണിയും ജീവനില്ലാത്ത കോണിയും, അപ്പം അങ്ങനെയുള്ള പറയണത് ജീവനുള്ള കോണി. അങ്ങനെ നമുക്ക് എസ്കലേറ്റർ എന്നതിന് പറയാമല്ലോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കയറാനും ഇറങ്ങാനും അങ്ങനത്തെ കോണിയുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനത്തെ കോണിമേ കയറുമ്പോൾ പേടിയാണ്. ചില വയസ്സായ തള്ളമാരൊക്കെ, അല്ലെങ്കിൽ ചില വയസ്സല്ലാത്തവരാണെങ്കിലും അതുമ്മേ കയറുമ്പോൾ ഭയങ്കര പേടിയാണ്. ചിലരൊക്കെ മറിഞ്ഞു കെട്ടി വീഴാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതിൽ കയറണ്ട. തൊട്ടപ്പുറത്ത് അല്ലാതെ തന്നെ നോർമൽ സ്റ്റെപ്പ് ഉണ്ടാവും, ആ സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതി. ഈ പേടിച്ചവരൊന്നും അവിടെ കയറി അങ്ങോട്ട് കൊണ്ട് വെപ്രാളപ്പെട്ട് നിന്ന് തലതല്ലി വീണാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഷ്ടപ്പെടണ്ട. അല്ലെങ്കിൽ കൂടെ ഒരാൾ പേടിക്കുന്നവരാണെങ്കിൽ അവരുടെ കൂടെ ഒരാൾ അവരെ കൈ പിടിച്ച് നിൽക്കാനുണ്ടാവണം. അതല്ലെങ്കിൽ എനിക്ക് പേടിയാണെന്ന് കണ്ടാൽ അതൊന്നും നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ റിസ്കിന് നിൽക്കാതെ തൊട്ടപ്പുറത്ത് നോർമൽ സ്റ്റെപ്പ് ഉണ്ടാവും, ആ സ്റ്റെപ്പ് ഉപയോഗപ്പെടുത്തി താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം മത്താഫിലേക്ക് പോകാൻ. അങ്ങനെ ഒന്നിച്ച് നമ്മൾ പോകുന്നു, എല്ലാവരും ഉണ്ടാവും ഒന്നിച്ച്. മുന്നിൽ അമീറുണ്ടാവും. നമ്മൾ ലബ്ബൈക്കൊക്കെ ചൊല്ലി താഴത്തേക്ക് തന്നെ നോക്കി നമ്മളങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി, കോണി ഇറങ്ങി നമ്മളങ്ങനെ ചെല്ലുമ്പോൾ അവിടെ കഅബാലയത്തിൻ്റെ മുറ്റത്തേക്ക് എത്തുന്നതിന് മുമ്പ് തൂണുകളുണ്ടാവും. അപ്പോൾ നമ്മൾ കഅബയെ നോക്കുമ്പോൾ എപ്പോഴും കഅബാലയത്തെ കണ്ണ് നിറച്ച് മറയില്ലാതെ, യാതൊരു മറയുമില്ലാതെ നേരെ കഅബാലയം നമ്മൾ കാണണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം വെച്ചാൽ, ആ കോണി ഇറങ്ങുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എവിടെ കഅബ അങ്ങനെ നോക്കി നടക്കില്ല, നിലത്ത് നോക്കി തന്നെ പോകണം. അമീർ പറയും നിങ്ങളോട്, നോക്കിക്കോളൂ, കഅബയുടെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, നിങ്ങൾ കഅബാലയത്തിലേക്ക് നോക്കിക്കോളൂ എന്ന് പറയുമ്പോഴാണ് നമ്മൾ കണ്ണ് തുറന്ന് കണ്ണ് നമ്മൾ തുറന്നിട്ട് നടക്കുന്നത്. നേരെ നമ്മൾ നിലത്തുനിന്ന് കണ്ണുയർത്തി നമ്മൾ നോക്കുന്ന അപ്പോഴാണ്. അപ്പോൾ നമ്മൾ കഅബാലയം നേരെ മുന്നിൽ കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. അവിടെ കൊണ്ട് നിങ്ങളെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് പറയുക, ഒന്ന് നിങ്ങൾ കഅബാലയത്തിൽ നോക്കണം, ഇനി നിങ്ങൾ കഅബാലയത്തിലേക്ക് നോക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നോക്കിയാൽ, നമ്മൾ നിൽക്കുന്നത് നടന്നു വരുന്നത് എങ്ങനെയാണോ ആ നടന്നു വരുന്ന അതേ പൊസിഷനിൽ നേരെ കഅബാലയം വരുന്ന ആ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ തല നോക്കുന്നു. അപ്പോൾ അതുവരെ അതിൻ്റെ ഇടയ്ക്ക് തൂണൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ തൂണൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അമീർ കൊണ്ടുപോയി നിർത്തുള്ളൂ. അല്ലെങ്കിൽ തൂണ് നമ്മൾ നോക്കുമ്പോൾ ഇടയ്ക്കൊരു തൂണ് മറ വരും. അപ്പോൾ തൂണ് മറ വന്നാൽ ആ കാണൽ അത്ര ഭംഗിയുള്ള കാണലാവില്ല. റബ്ബിൻ്റെ മുന്നിലേക്ക്, കഅബാലയത്തിൻ്റെ മുന്നിലേക്ക് നാം ചെന്ന് നിൽക്കുന്ന ആദ്യത്തെ നൃത്തം, അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിലൂടെ പറഞ്ഞതാണ്, കഅബാലയം കാണുന്ന ആദ്യ സമയം, ഒരു മനുഷ്യൻ ആദ്യമായി കഅബാലയത്തിൻ്റെ മുന്നിൽ റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന ആദ്യ സമയത്ത് അവൻ്റെ മുന്നിൽ ഒരു മറയുമില്ലാതെ അല്ലാഹു അവൻ്റെ മുന്നിലേക്ക് അവനെ നോക്കുമെന്നാണ്
റബ്ബിൻ്റെ മുന്നിലാണ് അവൻ നിൽക്കുന്നത്. ആ സമയത്ത് ഒരു മറയുമില്ലാതെ, അടിമയുടെയും ഉടമയുടെയും മുന്നിൽ ഒരു മറയുമില്ലാതെ റബ്ബവനെ ശ്രദ്ധിക്കുന്ന, റബ്ബവനിലേക്ക് നോക്കുന്ന സമയമാണ് എന്ന് മാത്രമല്ല, ആ സമയത്ത് അവൻ മനമുരുകി റബ്ബിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് എന്തെന്ന് ചോദിച്ചാലും ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട സമയമാണത്. കഅബാലയത്തിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏത് കരിങ്കല്ല് പോലത്തെ ഹൃദയമുള്ള മനുഷ്യനാണെങ്കിലും, ഈ പറഞ്ഞ രൂപത്തിൽ റബ്ബിലേക്ക് മുന്നിട്ട് പോയവനാണെങ്കിൽ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിരിക്കും, അവൻ കരഞ്ഞിരിക്കും, അവൻ്റെ കണ്ണീര് അവനറിയാതെ താഴേക്ക് വീഴും. എത്ര കടുത്ത ഹൃദയമുള്ളവനാണെങ്കിലും കഅബാലയം കണ്ടാൽ കരഞ്ഞു പോകും. അങ്ങനെയാണത്. റബ്ബിൻ്റെ മുന്നിലേക്ക് എത്തിയാൽ നമ്മൾ ഹൃദയം പൊട്ടിപ്പോകും. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കഅബാലയം കാണുന്ന ആ ഒരു അവസരത്തിൽ റബ്ബിൻ്റെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, റബ്ബിലേക്ക് ഹൃദയം പൊട്ടി ദുആ ചെയ്യണം. നമ്മുടെ ഏറ്റവും വലിയ ദുആയും നമ്മുടെ അഭിലാഷങ്ങളൊക്കെ റബ്ബിൻ്റെ മുന്നിലേക്ക് അവിടെ വെച്ച് നാം അവതരിപ്പിക്കണം. റബ്ബിനോട് താണുകേണ് പറയണം, ദോഷങ്ങൾ പൊറുക്കാനും. അങ്ങനെ എല്ലാവരും അവരവരുടെ ദുആകൾ അവിടെ ഇരുന്ന് ദുആ ചെയ്യണം. 2-3 മിനിറ്റ് കുറഞ്ഞ നേരം നിങ്ങൾക്ക് സ്വന്തമായി ദുആ ചെയ്യാനുള്ള സമയം തരും. അതിൻ്റെ ശേഷം കൂട്ടമായി നമ്മൾ അമീറിൻ്റെ കൂടെ കൂട്ടമായി നമ്മൾ പ്രാർത്ഥിക്കും. അതിന് ശേഷമാണ് നാം തവാഫിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ തവാഫിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നിച്ച് കൂട്ടമായിട്ട് നമ്മൾ തവാഫിലേക്ക് ഇറങ്ങുകയാണ്. ആ തവാഫിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തവാഫിന് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അമീർ ചൊല്ലിത്തരും. ഓരോ ചുറ്റിലും ചൊല്ലേണ്ട, തവാഫ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ദിക്റുകളുണ്ട്. പക്ഷേ ഒന്നും ചൊല്ലൽ നിർബന്ധമില്ല. തവാഫ് എന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ തവാഫിനെ കുറിച്ച് പറയാം. തവാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കഅബാലയം, ആ ഭവനം, നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ, നമ്മളൊരാളുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ വീട്ടിൽ അതിഥിയായിട്ട് എത്തിക്കഴിഞ്ഞാൽ വീട് അടച്ചിട്ടു എന്ന് സങ്കല്പിക്കുക, വീട് അടച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ ആ അടച്ചിട്ട വീടിൻ്റെ തൊട്ട് മുന്നിലേക്ക് എത്തിയാൽ നമ്മളെന്താ ചെയ്യുക? ആ വീടിൻ്റെ ചുറ്റും നമ്മളൊന്ന് നടന്നു നോക്കും, എവിടെയെങ്കിലും വല്ല ഗ്യാപ്പുണ്ടോ ഒന്ന് വിളിച്ചു നോക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നുള്ള മന്ത്രധ്വനി അവിടെ വെച്ച് കഴിഞ്ഞു. പിന്നെ ലബ്ബൈക്കില്ല. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് കഅബാലയത്തിൻ്റെ മുന്നിലേക്ക് എത്തിയാൽ പിന്നെ ലബ്ബൈക്ക ചൊല്ലൽ സുന്നത്തില്ല. പിന്നത്തെ സുന്നത്ത് എന്താ? പിന്നത്തെ ദിക്ർ വേറെയാ. പിന്നത്തെ ദിക്ർ, അള്ളാഹുവേ നിന്നോടുള്ള ഉടമ്പടി ഞാനിതാ പൂർത്തിയാക്കിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു റബ്ബേ. റബ്ബിനോട് അള്ളാഹുവിൻ്റെ ഉടമ്പടി ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് ചെയ്ത ഉടമ്പടിയാണ്. റബ്ബേ നിന്നെ മാത്രം അംഗീകരിക്കുമെന്ന്, നിന്നെ മാത്രം ആരാധിക്കുമെന്ന് റബ്ബിനോട് നൽകിയ ഉടമ്പടിയുണ്ട്, കരാറുണ്ട്. ആ കരാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജറുൽ അസ്വദിനെയാണ് സാക്ഷി നിർത്തി ഏൽപ്പിച്ചിട്ടുള്ളത്. ആ കരാറിൻ്റെ പത്രം ഹജറുൽ അസ്വദാണ് വിഴുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഹജറുൽ അസ്വദാണ് സ്വർഗത്തിലെ കല്ല്. ആ കല്ലാണ് കഅബാലയത്തിൻ്റെ മൂലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വല്ലത്തു വസ്സലാം വച്ചിട്ടുള്ളത് ആ കല്ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കരം കൊണ്ട് എടുത്തു വെച്ചത് ആ കല്ലാണ്, ആ ഹജറുൽ അസ്വദാണ്. അത് വെളുത്തൊരു കല്ലായിരുന്നു. അത് ആദമിൻ്റെ ദോഷങ്ങൾ അതിനെ കറുപ്പിച്ചു കളഞ്ഞു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം സന്തതികളുടെ ദോഷങ്ങൾ ആ കല്ലിനെ കറുപ്പിച്ചു കളഞ്ഞു. കല്ല് മുത്ത് റസൂലുള്ളാഹിന്റെ ചുണ്ട് പതിഞ്ഞ കല്ല, അത് ശഫാഅത്ത് ചെയ്യുന്ന കല്ല, സ്വർഗത്തിലെ കല്ല്. അപ്പോൾ ആ ഹജറുൽ അസ്വദിൻ്റെ അതിൻ്റെ നേരെ നിന്നിട്ടാണ് നമ്മൾ തവാഫ് തുടങ്ങുക. അപ്പോൾ തവാഫ് എന്ന് പറഞ്ഞാൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ ആ ഹജറുൽ അസ്വദ്, ആ കരാറിനെ, അള്ളാഹുവോട് നാം ചെയ്ത കരാറിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിർത്തിയ ആ കല്ല് പതിഞ്ഞ അള്ളാഹുവിൻ്റെ പതിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തെ റബ്ബിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നാം ഇങ്ങനെ ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. തവാഫ് ചെയ്യുമ്പോൾ റബ്ബിനെ മാത്രം സ്മരിച്ചുകൊണ്ട്, റബ്ബിനെ മാത്രം ചിന്തിച്ചുകൊണ്ട്, ഈ കരാറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയും, റബ്ബേ നിന്നോടുള്ള കരാർ ഞാനിതാ പൂർത്തിയാക്കി. ദുനിയാവിൽ വെച്ച് റബ്ബേ, ദുനിയാവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് നിന്നോട് കരാർ ചെയ്തിട്ടാണ്, ആലമുൽ അർവാഹിൽ കരാർ ചെയ്തിട്ടാണ് ഭൂമി ലോകത്തേക്ക് അല്ലാഹു നമ്മളെ ഇറക്കിയിട്ടുള്ളത്. ആ കരാർ പാലിക്കുകയാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ അറബിയിൽ അതിൻ്റെ ദുആ ഞാൻ മലയാളത്തിൽ പറഞ്ഞു, അറബിയിൽ പറഞ്ഞുകൊണ്ട് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ നമുക്ക് സുന്നത്തായ ദിക്റുകളാണ്, ഒന്നും നിർബന്ധമല്ല. അത് അമീർ ചൊല്ലിത്തരും. നമ്മൾ ചൊല്ലിയിട്ടാണ് നമ്മളങ്ങനെ തവാഫ് ചെയ്യുന്നത്. തവാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുക.
ഓരോ നടത്തത്തിലും ഓരോ കാലെടുത്തു വയ്ക്കുമ്പോഴും അവൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയും അവൻ്റെ പദവികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അവൻ്റെ പദവി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നതിനാണ് പ്രതിഫലം. ഒന്നും ചൊല്ലണമെന്നില്ല, ഒന്നും ചൊല്ലൽ നിർബന്ധമില്ല. ഒരിക്കൽ ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ, മുത്ത് റസൂലുള്ളാഹിൻ്റെ ഹജ്ജത്തുൽ വദാ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. മുത്ത് റസൂലുള്ള ആകെ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, ആദ്യമായിട്ട് അവസാനമായിട്ട് ഒറ്റ ഹജ്ജ്. ആ ഹജ്ജിൽ 1,24,000-ഓളം സ്വഹാബിമാരുണ്ട്, ഹജ്ജിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് മുസ്ലിമായിട്ടുള്ള ഒരാൾ, കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ള മുസ്ലിമായിട്ട്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നിട്ടുണ്ട്, ഹജ്ജ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്നപ്പോൾ ഒന്ന് കേട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ചെയ്യാം, ഹജ്ജിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം. തങ്ങളെ കണ്ടിട്ടില്ല, മുസ്ലിമായിട്ടുണ്ട്. അങ്ങനെ കഅബാലയത്തിൻ്റെ മുറ്റത്തേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരിക, തങ്ങളെ കാണാൻ വേണ്ടി വരിക. അപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തിരക്കാവുമ്പോൾ ഇത്രയും ആളുകളുടെ ഇടയിൽ തങ്ങളെ കാണലും ഒക്കെ പ്രയാസമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം വിചാരിച്ചു ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാവട്ടെ കാണലെന്ന് കരുതി. അദ്ദേഹം അങ്ങനെ വന്നു തവാഫിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും തവാഫിലാണ്. അങ്ങനെ തവാഫ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇതാ ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ യാ കരീം യാ കരീം യാ കരീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തവാഫ് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യൻ്റെ പിന്നിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ തുടങ്ങി? അദ്ദേഹത്തിൻ്റെ പിന്നിൽ നടന്നിട്ട് ആമീൻ 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 എന്ന് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന് അതേ അറിയുള്ളൂ, അദ്ദേഹം മുസ്ലിമായിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് മറ്റുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുക്കുന്ന ദിക്റുകളുണ്ട്, ഓരോ തവാഫിനും ചൊല്ലുന്ന ദിക്റുകൾ തങ്ങൾ ചൊല്ലുന്നുണ്ട്, സ്വഹാബിമാർ ചൊല്ലുന്നുണ്ട്, അവർക്കതൊക്കെ അറിയാം, തങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, അവർ ചൊല്ലുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യന് തങ്ങളെ കണ്ടിട്ടില്ല, തങ്ങളെ അറിയില്ല, മുസ്ലിമായിട്ട് കുറച്ചായിട്ടുള്ളൂ, ഇങ്ങനത്തെ ദിക്റൊന്നും അറിയില്ലല്ലോ. അദ്ദേഹം യാ കരീം യാ കരീം യാ കരീം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുക, തവാഫ് ചെയ്തുകൊണ്ട് നടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നിന്നുണ്ട് ആമീൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അതസ്തഹ്സിഉ ബീ ലൗലാ തുലാഖതു വജ്ഹിക ലശകൗതു ഇലാ ഹബീബി. എന്താണ്, നിങ്ങളെന്നെ കളിയാക്കുകയാണോ? ഞാൻ യാ കരീം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ പിന്നാലെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നെ കളിയാക്കുകയാണോ? എനിക്കൊന്നും ചൊല്ലാനൊന്നും അറിയില്ല, എനിക്ക് ഇത്രേ അറിയുള്ളൂ, ഞാൻ അധികം നാളായിട്ടില്ല മുസ്ലിമായിട്ട്, എനിക്ക് ഇത്രേ അറിയുള്ളൂ, ഞാൻ എനിക്ക് അറിയണത് ചൊല്ലണതാണ്, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം ചോദിക്കുക, എന്നിട്ട് ഇദ്ദേഹം പറയുക, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു പ്രസന്നതയാണ്, എന്തൊരു ഭംഗിയാണ് നിങ്ങളുടെ മുഖം കാണാൻ. ലൗലാ തലാഖത്തു വജീക, നിങ്ങളുടെ മുഖത്തുള്ള ഈ ഒരു ഗാംഭീര്യവും ഈ ഒരു പ്രസന്നതയും ഇല്ലായിരുന്നെങ്കിൽ ലശക്കവത്തു ഇലാ ഹബീബി, ഞാൻ എൻ്റെ ഹബീബിനോട് നിങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞേനെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇതെന്ന് മൂപ്പർക്ക് അറിയില്ലല്ലോ. റസൂൽ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആ തഅരിഫു ഹബീബക്, നിനക്കറിയോ നിൻ്റെ ഹബീബിനെ? നിനക്കറിയോ? കണ്ടിട്ടില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, നീ നിൻ്റെ ഹബീബിനോട് പരാതി പറയാന്ന് പറഞ്ഞല്ലോ, അതിന് അദ്ദേഹത്തെ ഹബീബിനെ നിങ്ങൾക്ക് അറിയോ? അപ്പോൾ ഈ മനുഷ്യൻ പറയാ, എനിക്കറിയില്ലെങ്കിലും ഇതാ ഈ കഅബയുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എൻ്റെ ഹബീബിനെ അറിയാം. കണ്ടോ, അള്ളാഹിൻ്റെ മുന്നിലാണ് നിൽക്കണമെന്നുള്ള ചിന്തയാണ് ഉംറ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ അദ്ദേഹം മുസ്ലിം ആയിട്ടേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ വാക്ക് പോയതുണ്ടോ? എനിക്കറിയില്ലെങ്കിൽ എന്താ, ഈ കഅബാലയത്തിൻ്റെ നാഥന് അള്ളാഹുവിന് എൻ്റെ ഹബീബിനെ അറിയാലോ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കെട്ടിയങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓ മനുഷ്യ സഹോദര, താങ്കളുടെ ദുആക്ക് ആമീൻ പറഞ്ഞുകൊണ്ട് മലക്കുകൾ തങ്ങളുടെ പിന്നാലെ കൂടുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞ് നിങ്ങളുടെ കൂടെ കൂടിയത്. മലക്കുകൾ ആമീൻ പറയുന്നുണ്ടായിരുന്നു തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, യാ കരീം എന്നുള്ള പ്രാർത്ഥനയ്ക്ക്, ആ വാക്കിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, ഒന്നും അറിയില്ലെങ്കിലും അള്ളാഹു എന്ന ചിന്തയാണ് മനസ്സിൽ വേണ്ടത്. നമുക്ക് എന്താണോ കിട്ടുന്നത്, ഇനി ഉസ്താദ് ചൊല്ലിത്തരുന്നത്, അമീർ ചൊല്ലിത്തരുന്നത് നമ്മൾ കേട്ടാലും കേട്ടില്ലെങ്കിലും അതൊന്നുമല്ല കാര്യം. ഹൃദയം അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് നാം അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് റബ്ബിലേക്ക് മുന്നിട്ടുകൊണ്ട് നാം നടക്കുക എന്നുള്ളതാണ് ഈ തവാഫിൻ്റെ മർമ്മപ്രധാനം.
തവാഫിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇടത് ഭാഗം അവിടെയാണല്ലോ ഹൃദയം ഇരിക്കുന്നത്, ഇടത് ഭാഗം കഅബാലയത്തിൻ്റെ നേരെയായിരിക്കണം എപ്പോഴും. ഒരിക്കൽ പോലും ഇടത് ഭാഗം കഅബയിൽ തെറ്റാൻ പാടില്ല. തെറ്റിയാൽ തവാഫ് ബാത്തിലാവും. അവിടെ ആ തെറ്റിയ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം തവാഫിൽ കൂട്ടൂല. പിന്നെ നമുക്ക് തവാഫ് അവിടെ നിന്ന് രണ്ടാമത് റീസ്റ്റാർട്ട്, എവിടെ നിന്നാണോ തെറ്റിയത് ആ ഭാഗത്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കൂല. കാരണം എന്താ, അത്ര ജനങ്ങളല്ലേ. പിന്നെ രണ്ടാമത് കറങ്ങി വരേണ്ടി വരും. 7 പ്രാവശ്യം നമ്മൾ കഅബയെ വലയം ചെയ്യുമ്പോഴാണ് ഒരു തവാഫ് പൂർത്തിയാവുന്നത്. ചിന്തിക്കണേ, ഒരു പ്രാവശ്യമല്ല, ഹജറുൽ അസ്വദിൻ്റെ നേരെ അവിടെ നിന്ന് തവാഫ് തുടങ്ങാൻ പാടുള്ളൂ. തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിൻ്റെ നേരെ നിന്നിട്ടാണ്. ഹജറുൽ അസ്വദിൻ്റെ നേരെ ആണോ എന്ന് അറിയണമെങ്കിൽ ഹജറുൽ അസ്വദ് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നത് എത്ര തിരക്കല്ലേ. അതിൻ്റെ നേരെ അങ്ങേ തലക്കെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പച്ച ലൈറ്റ് ഉണ്ടാവും. ആ പച്ച ലൈറ്റ് എല്ലാവർക്കും കാണാൻ പറ്റും. ഹജറുൽ അസ്വദ് ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല, കാരണം അത്ര ജനങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ നേരെ എത്തുമ്പോഴാണ് തവാഫ് ആരംഭിക്കുക. നേരെ എത്തിയോ എന്നറിയാൻ ആ മൂലയിലേക്ക് എത്തുമ്പോൾ ആ മൂലയുടെ നേരെ ഓപ്പോസിറ്റ് മൂലയിൽ ഹജറുൽ അസ്വദിൻ്റെ നേർക്ക് നേരെ പച്ച ലൈറ്റ് ഉണ്ടാവും. ആ പച്ച ലൈറ്റ് നമുക്ക് എല്ലാവർക്കും കാണാൻ പാകത്തിൻ്റെ പൊക്കത്തിലായിരിക്കും. അതിൻ്റെ നേരെ എത്തിക്കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ ഹജറുൽ അസ്വദ് ഉണ്ടാവും. ഹജറുൽ അസ്വദിൻ്റെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തി ഹജറുൽ അസ്വദിലേക്ക് നേരെ ആംഗ്യം കാണിച്ച് ഹജറുൽ അസ്വദിനെ മുത്തണം. ശരിക്കും നേർക്ക് പോയി മുത്തണം, പക്ഷെ അത് സാധിക്കില്ലല്ലോ, അത്ര തിരക്കല്ലേ. അപ്പോൾ നമ്മൾ ആംഗ്യം കാണിച്ച് ഇങ്ങനെ മുത്തിയിട്ടാണ് തവാഫ് തുടങ്ങുന്നത്. അങ്ങനെ തവാഫ് തുടങ്ങിയാൽ കഅബയുടെ നേരെ തന്നെ നമ്മുടെ ഇടത് ഭാഗമാക്കണം. മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ റൗണ്ട് അടിച്ചിട്ടല്ലേ നടക്കുക, ചുറ്റുമാണല്ലോ നടക്കുക. അപ്പോൾ ഒരിക്കലും തെറ്റൂല, അങ്ങനെ നേരെ നടന്നാൽ മതി. നമ്മൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് നോക്കാനോ ഇങ്ങോട്ടേക്ക് നോക്കാനോ ബാക്കോട്ട് നോക്കാനോ അതൊന്നും പോകരുത്. എന്തെങ്കിലും സാധനം വീണ് പോയാൽ അത് എടുക്കാനോ അതൊന്നും പാടില്ല. ആരെങ്കിലും കൂട്ടം തെറ്റിപ്പോയോ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാനോ അതൊന്നും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ തവാഫ് പോകും. അള്ളാഹുവിൻ്റെ മുൻപിലാണ് നമ്മളുള്ളത്, ആ ശ്രദ്ധ മാത്രമാണ്. കൂടെയുള്ളവർ വിട്ടുപോയോ കൂടെ ഉണ്ടോ അതൊന്നും അപ്പം നോക്കാൻ പറ്റൂല. അത് ആ സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും തവാഫ് അങ്ങനെ പൂർത്തിയാക്കുക. തവാഫിന് ശേഷം അപ്പോൾ എല്ലാവരും മുന്നിലുള്ളവരുടെ തോളത്ത്, പെണ്ണുങ്ങളുടെ തോളത്ത് പിടിക്കാമല്ലോ, അല്ലെങ്കിൽ മഹറമായവരുണ്ടെങ്കിൽ മഹറമായവരുടെ തോളത്ത് പിടിക്കുക, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഓരോ ആണുങ്ങളുടെ തൊട്ട് മുന്നിലുള്ള ആളുകളുടെ തോളത്ത് അല്ലെങ്കിൽ കൂടെ നിന്നിട്ട് പിടിച്ചിട്ട് നമ്മളങ്ങനെ കൂട്ടമായിട്ട് അങ്ങനെ തവാഫ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം. വേറെ എവിടേക്കും ശ്രദ്ധിക്കാനോ തിരിയാനോ മറിയാനോ ഒന്നും പാടില്ല. എന്തെങ്കിലും താഴെ വീണുപോയാൽ അതെടുക്കാൻ വേണ്ടി കുനിയാനും പാടില്ല. അപ്പോൾ തന്നെ ആളുകൾ നമ്മളെ പിന്നാലെ വന്നിട്ട് നമ്മൾ മുന്നുകുത്തി വീണ് അവിടെ നമ്മൾ ചവിട്ടിക്കൂട്ടിപ്പോവും. എന്തെങ്കിലും താഴെ വീണ് പോയാൽ അവിടെ കിടന്നോട്ടെ, എടുക്കാൻ പറ്റില്ല. മൊബൈലൊന്നും കൊണ്ടുപോകണ്ട. അഥവാ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഭദ്രമായി നാം സൂക്ഷിച്ചിരിക്കണം. കയ്യിലൊന്നും പിടിക്കരുത്. കയ്യിലൊക്കെ മൊബൈൽ പിടിച്ച് താഴ്ത്തു പോയാൽ അത് പോയ തന്നെ. ഒരു സെൽഫി എടുക്കുക, അതൊന്നും പാടില്ല. അതൊന്നും അപ്പോൾ പാടില്ല. അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് പിന്നെ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നല്ലാതെ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടൊന്നും ആരും തവാഫ് ചെയ്യരുത്, അതൊന്നും പാടില്ല. ഇപ്പോൾ അതൊക്കെ പറയേണ്ട കാലഘട്ടമാണ്. അങ്ങനെ നമ്മൾ തവാഫ് ഹജറുൽ അസ്വദിൻ്റെ തുടങ്ങിയിട്ട് തുടങ്ങിയത് നേരെ അങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങനെ വന്ന് ചുറ്റും നടന്ന് കഅബയുടെ ചുറ്റും നടന്ന് പിന്നീട് 2ാം വട്ടം ഹജറുൽ അസ്വദിൻ്റെ നേരെ എത്തുമ്പോഴാണ് ഒരു വട്ടം ചുറ്റു പൂർത്തിയായത്. അങ്ങനെ പിന്നെയും ചുറ്റി വന്ന് അങ്ങനെ 7 പ്രാവശ്യം നമ്മൾ കഅബാലയത്തിനെ വലയം വെക്കണം. ഹജറുൽ അസ്വദിന് തുടങ്ങിയിട്ട് ഹജറുൽ അസ്വദിലേക്ക് അവസാനിക്കുന്ന രീതിയിൽ 7 പ്രാവശ്യം നമ്മൾ കഅബാലയത്തിനെ വലയം ചെയ്യുമ്പോഴാണ് ഒരു തവാഫ് പൂർത്തിയാകുന്നത്. അതാണ് ഒരു തവാഫ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.